ഒത്തിരി നമുക്ക് പോകുന്ന ഐറ്റമാണ്. അതെ, പോൾക്ക ഡോട്ട്സും സ്ട്രൈപ്സും കൂടെ വരുന്ന കോമ്പിനേഷൻ. ഇതൊക്കെ 46 സൈസ്. 46 നമുക്ക് പോകുന്നൊരു ഇതാണ്. കാരണം അധികം കടകളിലും 46 അതായത് 3XL മുതൽ കുറവാണ്. ബോട്ടം ഒരു ഇന്നറും ജാക്കറ്റും ആയിട്ട്. ഇതിന്റെ കട്ടൊക്കെ ഡിഫറെന്റ് ആയിട്ട് കണ്ടംപററി സ്റ്റൈലിലൊക്കെയാണ് കൂടുതലും വരുന്ന ലുക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ? നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ബട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ക്യൂറേറ്റ് ചെയ്യുന്ന കളക്ഷനാണ്. ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് പീസസ് ആണ്. പിന്നെ നമുക്കൊരു ജയ്പൂരി അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെയാണ്. സ്ലിപ്പ് ഡ്രസ്സ് പോലെ ഉള്ളിൽ വി ഹാവ് എനി ഫോർമൽ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇത് ആണ്. ഇത് നല്ല അതെ, സ്ലീവ്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മളുടെ എല്ലാ ഔട്ട്ഫിറ്റിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ്. ഇതിലൊക്കെ ഏതൊക്കെ ടൈപ്പ് കാണും? ഹക്കോബ, പിന്നെ ഹക്കോബ, ചന്തേരി ഉണ്ട്, പിന്നെ ടസർ സിൽക്ക് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലീസ് ആയിട്ടുള്ള കുർത്തീസ്, പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതും പിന്നെ കോഡ് സെറ്റ് ഒക്കെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിനിലാണ്. കൊച്ചിനിൽ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടീക്കിലാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിന്റെ ഓണറാണ് ഷെഹനാസ് അല്ലേ? നമുക്കപ്പം 2 ബൊട്ടീക്കാണുള്ളത്. അതെ, നമ്മൾ തോപ്പുംപടിയിൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ സ്റ്റോർ തോപ്പുംപടിയിലാണ്. ലൈക്ക് 2013 അത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4-5 മാസേ. കൊച്ചിയിൽ MG റോഡിലാണ് കേട്ടോ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്. MG റോഡിന്റെ അടുത്തുള്ള വുഡ്ലാൻഡ്സ് ജംഗ്ഷൻ. അവിടെ നമുക്ക് SRV സ്കൂളുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നിട്ട് പറയാം. നമ്മുടെ കൊച്ചിയിലാണ്, MG റോഡിൽ വുഡ്ലാൻഡ് ജംഗ്ഷന്റെ കുറച്ചുള്ളിലായിട്ടാണ് വരുന്നത് അല്ലേ? എന്തായാലും അഡ്രസ്സ് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും മെൻഷൻ ചെയ്യും. ഇത് കൂടെ നമുക്ക് വേറൊരു ബൊട്ടീക്കും കൂടെ ഉണ്ട് അല്ലേ? അതിന്റെ ലൊക്കേഷൻ നമുക്ക് എൻഡിൽ പറയാം അല്ലേ? അല്ലെങ്കിൽ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കളക്ഷൻ കാണാം. ഫസ്റ്റ് പറഞ്ഞ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് ആണ് പറഞ്ഞത്. അതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? നമുക്ക് സ്റ്റാർട്ടിംഗ് 600 മുതലുണ്ട് കുർത്തീസ് ആയിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഓഫീസ് വെയറിനൊക്കെ നമുക്ക് പറ്റുന്ന ഫുൾ സെറ്റ് ആയിട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഒക്കെ നമുക്ക് 1200 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തൊട്ട് തുടങ്ങാം. അപ്പോൾ ഈ സെക്ഷനിലാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ ടൈപ്പ്? കോട്ടൺ ഫാബ്രിക്കിലുണ്ട്. ഇതൊക്കെ നമുക്ക് കോട്ടണിൽ വരുന്ന കുറച്ച് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, ഓഫീസ് വെയറിനൊക്കെ നല്ലതാ. നമുക്ക് സ്ട്രൈറ്റ് പാൻസിന്റെ കൂടെയോ പ്ലാസോസിന്റെ കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ എലിവേറ്റ് ആവും ആ ലുക്ക്. ഇതൊക്കെ നമുക്ക് ചിക്കൻ കറിയിൽ അവൈലബിൾ. കുറെ പേര് ഇങ്ങനത്തെ പ്രിഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സിബിഷൻസ് ചെയ്യുമ്പോഴൊക്കെ ലോട്ട് ഓഫ് പീപ്പിൾ കം ആസ്കിംഗ് ഫോർ ദീസ് കൈൻഡ്സ്. എക്സിബിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പിന്നെ ഇതും നമുക്ക് എല്ലാ ഫാബ്രിക്കും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഫാബ്രിക്കും ഉണ്ട്. ഇതിപ്പോ ചെറിയ മസ്ലിൻ ബേസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുറച്ചൊരു ഫെസ്റ്റീവ് ഒരു ഇതിനും ആയിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാനും. കുറച്ചൊരു ഡിഫറെന്റ് ലുക്ക് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുണ്ട് അല്ലേ? പിന്നെ ഈ സെക്ഷനിൽ ഇപ്പൊ എന്താ വരിക? ഇതിൽ നമുക്ക് കൂടുതലും 3 പീസ് സെറ്റ്സ് ആണ് വരുന്നത്. അതായത് ഇതുപോലത്തെ ചെറിയ അക്കോബ ബേസ് ആയിട്ടുള്ള പിന്നെ കുറച്ച് എലഗന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റും കൂടെയാണ് ഈ സെക്ഷനിൽ ഉള്ളത്. ഇതിന്റെ ഒക്കെ സൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സൈസ് നമുക്ക് മീഡിയം മുതൽ XXL വരെയാണ് ഉള്ളത്. പിന്നെ ചില പീസസിന് നമ്മൾ 46, 48 ആ സൈസസും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? അങ്ങനെ കസ്റ്റമൈസ്ഡ് നമ്മൾ ചെയ്യും. അതായത് കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് റെഫറൻസ് കാണിക്കുന്നത് പോലെ നമ്മൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ, ഇതൊക്കെയും ഒത്തിരി നമുക്ക് പോകുന്ന ഐറ്റമാണ്. അതെ, പോൾക്ക ഡോട്ട്സും സ്ട്രൈപ്സും കൂടെ വരുന്ന കോമ്പിനേഷൻ. ഇത് നമുക്ക് 2-3 കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ലതായിട്ട് എൻക്വയറി ഉള്ളതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് നമ്മൾ. അപ്പോൾ വി ഗെറ്റ് ഓർഡേഴ്സ് ത്രൂ ദോസ് ഓൾസോ. ഇതും ഹക്കോബ ടൈപ്പ് തന്നെയാ? അതെ, അക്കോബയിൽ നമ്മൾ ഫാബ്രിക് കുറച്ച് ലിനൻ ബേസ് ആയിട്ട് വന്നിട്ടുള്ള കൈൻഡ് ഓഫ് ഫാബ്രിക്. ഈ ലിനൻ കോട്ടൺ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലുണ്ട് അല്ലേ? അതെ അതെ, ധാരാളം. ഇത് എങ്ങനത്തെ ടൈപ്പ്? ഈ ഒരു സെക്ഷൻ ഇത് നമുക്ക് നൈറ കട്ട്, ആലിയ കട്ട് അങ്ങനത്തെ പാറ്റേൺ ആണ്. അത് എപ്പോഴും ട്രെൻഡിങ് അല്ലേ? അത് ട്രെൻഡിങ് ആണ്. അതെ അതെ അതെ, നല്ല കളറാട്ടോ ഇത് വരുന്നത്. ഇത് 3 പീസ് അല്ലേ വരിക? ഇതും 3 പീസ് ആണ്, ബോട്ടം ആയിട്ട് വരുന്ന ഐറ്റം ആണ്. പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് ചന്തേരിയിൽ വരുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ വരും. ചന്തേരിയിൽ ഇങ്ങനെ വരുന്നത് ഹാൻഡ് പെയിന്റ് ഐറ്റംസ് ഇങ്ങനത്തെ പ്രിഫർ ചെയ്യുന്ന ത്രെഡ് വർക്ക് പ്രിഫർ ചെയ്യുന്നവരും ഉണ്ട്. സ്ട്രെയിറ്റ് കട്ട്, ഇത് സ്ട്രെയിറ്റ് കട്ടാണ്. നല്ല രസമുണ്ട് ഈ ഒരു കളർ പേസ്റ്റൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ കുറച്ച് പ്രീമിയം ആയിരിക്കും വേണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ഒക്കെ അപ്പം എങ്ങനെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുമോ? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും.
ഇത് മസ്ലിൻ ആണോ? ഇത് മസ്ലിൻ ആണ്. മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്നതാണ്. സ്ട്രെയിറ്റ് കട്ടാണ് വിത്ത് ബോട്ടം. പിന്നെ ബോട്ടത്തിലൊക്കെ ചില ഐറ്റംസിന് ചെറിയ വർക്കും ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഈ ഇതൊക്കെ വരുന്ന കോട്ടൺ തന്നെയാ? അതെ, കോട്ടൺ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ 46 സൈസ്. 46 നമുക്ക് പോകുന്നൊരു ഇതാണ്. കാരണം അധികം കടകളിലും 46 അതായത് 3XL മുതൽ കുറവാണ്. അപ്പം നമ്മൾ വലിയ സൈസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്കും നമ്മുടെ സിൽക്ക് റൂട്ടിലുണ്ട്. അതെ. പിന്നെ ഇതൊക്കെ ഈ സെക്ഷൻ തന്നെയാണോ? അതെ, കോട്ടൺ ബേസ് തന്നെയാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ചെറിയ ഒരു പാകിസ്ഥാനി കൈൻഡ് ഔട്ട്ഫിറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ആയിട്ട് വരുന്നത്, കുറച്ച് എംബ്രോയിഡറി, അതുപോലെ ബെൽ സ്ലീവ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. ബോട്ടത്തിലും നമ്മൾ എംബ്രോയിഡറി, ബോട്ടത്തിലും വർക്ക് ഉണ്ട്. അങ്ങനത്തെ പാറ്റേൺസും ഉണ്ട്. നമുക്ക് ഈ ഒരു ടൈപ്പ് ഒക്കെ കസ്റ്റമൈസ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്യണം. ഒരു 1 month ടൈം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാർട്ടി വെയർ കൈൻഡ് ഒക്കെ ആണെങ്കിൽ വി നീഡ് 1 month's ടൈം, നമ്മൾ അങ്ങനെയും ചെയ്യും. ഓക്കെ. ഇതിപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കളക്ഷൻ ആയി കാണിച്ചേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ കൂടുതലും പാർട്ടി വെയർസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ കുറെ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കോഡ് സെറ്റ്, അതെ കോഡ് സെറ്റ് ടൈപ്പ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. വിത്തൗട്ട് ദുപ്പട്ട വരുന്നത്, ലൈക്ക് കാഷ്വൽ ലുക്കിനും, ലൈക്ക് ഒരു ഗേൾസ് ഡേ ഔട്ടോ അങ്ങനെയൊക്കെ നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ നന്നായിട്ട് വരുന്ന ഒരു പീസാണ്. സ്ലീവിൽ ഇങ്ങനെ അല്ലേ? അതെ, ഇതൊക്കെ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ ഇറ്റ് ലുക്ക് ലൈക്ക് കുറച്ചും കൂടെ എലഗന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ കുറെ ബ്രൈറ്റ് കളേഴ്സും പേസ്റ്റലും ഒക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണ്? പാർട്ടി വെയർസ് ഉണ്ട്, സാരീസ് ഉണ്ട്, സൽവാർ സെറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹ്യൂജ് കളക്ഷനാണ് കേട്ടോ. എല്ലാം യൂണീക്ക് ആയിട്ടുള്ള കളക്ഷനാണ്. പാർട്ടി വെയർ ആണ് ഇവിടെ ഫുള്ളും അല്ലേ? പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് പാർട്ടി വെയറും, പിന്നെ നമുക്ക് ഇതുപോലത്തെ കോഡ് സെറ്റ് ആ ഒരു കളക്ഷനും ഉണ്ട് നമുക്ക്. വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് നമ്മൾ കുറച്ച് ക്യൂറേറ്റഡ് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ ഈ കോഡ് സെറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഞാൻ വിയർ ചെയ്തേക്കുന്നതും അതെ മസ്ലിൻ ഫാബ്രിക് ആണ്. ഇടാൻ നല്ല സുഖമുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്സ് ആണ് കൂടുതലും അതിൽ വരുന്നത്. കോട്ടണിലും ഉണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. ഇതുപോലെ ഇതൊക്കെ 3 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. ബോട്ടം, ഒരു ഇന്നറും ജാക്കറ്റും ആയിട്ട്. ഇതിന്റെ കട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടംപററി സ്റ്റൈലിലൊക്കെയാണ് കൂടുതലും വരുന്നത്. ഒരു ഈസി ബ്രീസി കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ഒക്കെയാണ്. ഞാനപ്പം നേരത്തെ പറഞ്ഞില്ലേ, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒക്കെ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റൈലിഷും ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഒരു ഡിഫറെന്റ് സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഷെൽസ് ഒക്കെ ആയിട്ട് നമ്മൾ എംബലിഷ്മെന്റ്സിലും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള. കാരണം കോഡ് സെറ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റൈലിംഗ് അത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ യുനോ അതെ അപ്പോൾ അതുപോലത്തെ കൈൻഡ് ഓഫ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ്? ഇതിന്റെ സൈസ് നമ്മൾ സ്മോൾ മുതൽ XXL വരെയാണ് ഉള്ളത്. ഓക്കെ ഓക്കെ. ഈ കോഡ് സെറ്റ് മിക്കയിടത്തും കിട്ടാറില്ലല്ലോ സൈസ്. അതെ ഇതിങ്ങനെ ഒരു വൺ സ്ലീവ്, പിന്നെ വൺ സൈഡ് കഫ്താൻ സ്റ്റൈൽ, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണിത്. ഇതും ബോട്ടവും സ്ട്രെയിറ്റ് ബോട്ടംസ് ആയിട്ട് അങ്ങനെ വരുന്നൊരു പീസാണ്. ഇറ്റ്സ് വെരി കളർഫുൾ ആൻഡ് ഫൺ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്, ബട്ടർഫ്ലൈ സ്ലീവ്സ് ആയിട്ട് സംതിങ് ഡിഫറെന്റ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്തായിരുന്നു. ഇതും ഒരു മോണോക്രോം ലുക്കിൽ വരുന്ന ഒരു ഐറ്റം. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാറുണ്ടോ? നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, ബട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ക്യൂറേറ്റ് ചെയ്യുന്ന കളക്ഷനാണ്. അതെ. ഓക്കെ. പിന്നെ മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ് ടൈപ്പും ഉണ്ട്, ഷോർട്ട് ഡ്രസ്സസ്. ഇതൊക്കെ നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ചെറിയൊരു വെസ്റ്റേൺ ടച്ചും കൂടെ ഉള്ള ഒരു കുറച്ച് പ്രിന്റ് ഒക്കെ ഇങ്ങനെ അബ്സ്ട്രാക്ട് ജീൻ്റെ കൂടെ ഒക്കെ പ്രിഫർ ചെയ്യാം. അതുപോലെയും ചെയ്യാം, ഫ്രോക്ക് പോലെ ഫ്രോക്ക് ഓൾസോ അങ്ങനെയും ചെയ്യാം. അതുപോലത്തെ ടൈപ്പാണ് ഇതൊക്കെയും. കുട്ടികൾ ഒരുപാട് ഇങ്ങനത്തെ പ്രിഫർ ചെയ്യുന്നുണ്ട്, ട്രാവലിനാണെങ്കിലും അല്ലാത്ത ആണെങ്കിലും ഒക്കെ. അപ്പം ഈ പാർട്ടി വെയർ ഉള്ളത് കൊണ്ടാണോ നമ്മളിങ്ങനെ ഫുഡ് വെയർ ഒക്കെ ഇങ്ങനത്തെ വെച്ചിരിക്കുന്നത്? അതെ ജൂത്തീസ്, ഇതൊക്കെ ജയ്പൂരി ജൂത്തീസ് ആണ്. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അവരങ്ങനെ എടുക്കാം. അതെ. ഈ ഇവിടേക്ക് ഇതൊക്കെ ലോങ് ഡ്രസ്സസ്, ഫ്രോക്സ്, അതുപോലത്തെ പാറ്റേൺ ഒക്കെയാണ്. നമുക്കിങ്ങനെ അജ്രക്കില് വന്നിട്ടുള്ള. ഇത് സിംഗിൾ പീസാ? സിംഗിൾ പീസാണ്. യു ക്യാൻ വെയർ ഇറ്റ് ആസ് എ ഡ്രസ്. അതെ. പിന്നെ നമുക്ക് ഇതുപോലത്തേക്ക് വെരി സോഫ്റ്റ് മൽ കോട്ടൺ
മൽ കോട്ടണിലൊക്കെയും വെരി പ്രിറ്റി കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ്. പിന്നെ നമ്മുടെ ഈ ക്ലൈമറ്റിന് ഇതാ നല്ല. അതെ അതെ, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് ഇടാൻ നല്ല സുഖമുള്ള. ഇതൊക്കെയാണെങ്കിലും നല്ല മസ്ലിൻ ഫാബ്രിക്കിൽ സിംഗിൾ പീസ് ഒരു ഡ്രസ്സായിട്ട് നമുക്ക് ഇട്ട് പോകാനും നല്ലതാണ്. സ്റ്റാർട്ട് ചെയ്ത സൈസ് അപ്പം ഇതും സ്മോളിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സൈസാണ് നമുക്കുള്ളത്. ഒരു ഡിഫറെന്റ് ലുക്ക് ഒക്കെ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഒക്കെ നമ്മൾ ആക്സസറീസ് ഒക്കെ നമ്മൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സിന്റെ ലുക്ക് എലവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡൗൺ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും സിമ്പിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ യു ആക്സസറൈസ് ആൻഡ് അങ്ങനെ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇത് കൊള്ളാലോ. അതെ, ഇതും അതിന്റെ ഒരു ഡിഫറെന്റ് ഒരു പ്രിന്റ് ആണ്. സെയിം നമുക്ക് ഇതിനൊരു ബെൽറ്റും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് സ്മാർട്ട് ഒരു കാഷ്വൽ ലുക്കാണ്. ഇവിടെ നമുക്ക് എങ്ങനെ യൂണിറ്റ് ഉണ്ടോ? നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. സ്റ്റിച്ചിങ് യൂണിറ്റ് ഇതിന്റെ മേളിലെ ഫ്ലോറിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. ആൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് പീസസ് ആണ്. പിന്നെ നമുക്കൊരു ജയ്പൂരി അങ്ങനത്തെ ടൈപ്പ്, ഇതൊക്കെയാണ് സ്ലിപ്പ് ഡ്രസ്സ് പോലെ. ഉള്ളിൽ വി ഹാവ് ഒരു സ്ലിപ്പ് ഡ്രസ്സ് പോലെ. പിന്നെ അതിന് മേളിൽ ജാക്കറ്റ്. പിന്നെ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പും ജീൻസിന്റെ കൂടെ ഈ ജാക്കറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് സിംഗിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്കില്ലേ ഇപ്പൊ കാണിച്ച കളക്ഷൻ ഒക്കെ നമുക്ക് എങ്ങനെയാ ഓൺലൈൻ ത്രൂ ഒക്കെ ചെയ്യാമോ? ഓൺലൈൻ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം DM ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ ഈ കാണിച്ച കളക്ഷന് വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിന് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. കാരണം മിക്ക ഞാൻ നോട്ടഡ് ആണ് ഇതെല്ലാം. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കളക്ഷന്. താങ്ക് യു. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഇതൊക്കെ അകത്തൊരു ലെഹങ്ക വിയർ ചെയ്യുമ്പോഴായിരിക്കും. അതെ 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 അതെ. ഇതിങ്ങനെ സ്കേർട്ട് പോലെ വന്നിട്ട് മേളൊരു ഡിഫറെന്റ് കട്ടിലാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇതൊക്കെ ആകുമ്പോൾ 4000 റേഞ്ചിൽ, ആ ഒരു റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണോ വരിക? 3000 മുതൽ നമുക്ക് ഇങ്ങനത്തെ എംബ്രോയിഡേർഡ് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാക്കറ്റിൽ ഫുൾ ബീഡ് വർക്ക് ആയിട്ടുള്ള ടൈപ്പ്. ഇതിലൊരു പ്ലാസോ പാൻസ് ആണ് വരുന്നത്, ഫ്ലെയർഡ് ആയിട്ടുള്ള പാൻസ്. പിന്നെ ഇവിടെയൊക്കെ സെയിം തന്നെയാണ്, പാർട്ടി വെയർ തന്നെ. അതെ, ഇവിടെയൊക്കെ പാർട്ടി വെയർസ്. ഇതൊക്കെയും അതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജാക്കറ്റ്, ഒരു ധോത്തി ഡ്രേപ്പ് അതുപോലത്തെ ടൈപ്പും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്സൈഡേഴ്സ് ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതെ ചെയ്യാൻ പറ്റും. ഓർഡർ DM ത്രൂ പ്ലേസ് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും എങ്ങനത്തെ ടൈപ്പ്? ഇത് സ്ട്രെയിറ്റ് കട്ട്സിലാണ് ഇതൊക്കെ വരുന്നത്. സ്ട്രെയിറ്റ് കട്ട് വിത്ത് ഓർഗൻസ ദുപ്പട്ട, അതിൽ ചെറിയ എംബ്രോയിഡറി വർക്ക്. ഇപ്പോൾ അധികം ഈ ആഫ്റ്റർ കോവിഡ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരും ഒത്തിരി ഹെവി ആയിട്ടുള്ളത് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയ ഒരു സട്ടിലൊരു എംബ്രോയിഡറി ഒക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ആ രീതിയിൽ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. അതെ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഹെവി ആയിട്ടുള്ള വർക്കൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടൈം എടുക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് കഫ്താന്റെയും കുറച്ച് നല്ല കളക്ഷൻ ഉണ്ട്. കഫ്താൻ വിത്ത് ബോട്ടം ആണ് ഇത് വരുന്നത്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പേസ്റ്റൽ ടു ഷെയ്ഡ്സ് അല്ലേ? ഓക്കെ, നല്ല കളർ ഷെയ്ഡ് അതൊക്കെ. അതെ അതെ. കാണിക്കുന്ന കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചിലർക്ക് പേസ്റ്റലായിരിക്കും, ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. തീമും ഉണ്ടല്ലോ. അതെ അതെ, തീം ബേസ് കളർ കോഡ് അനുസരിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യും, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ആൾക്കാർ വരുവാണെങ്കിൽ വി ക്യാൻ കസ്റ്റമൈസ് അക്കോർഡിംഗ് ടു ദാറ്റ് ഓൾസോ, അക്കോർഡിംഗ് ടു ദ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ബഡ്ജറ്റ് നിങ്ങളുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തീം വൈസ് നമ്മൾ സെറ്റ് ചെയ്യും. അതെ അതെ, ഐഡിയ ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ വി ക്യാൻ ഗിവ് ദം സജഷൻസ്. അതല്ല ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പം കസ്റ്റമൈസ് ചെയ്യണമെന്നില്ല, ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്, ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഈ സെക്ഷനിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ അതായത് ഒരു സെമി ഫോർമൽ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇത് ആണ്. ഇത് നല്ല അതെ, സ്ലീവ്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മളുടെ എല്ലാ ഔട്ട്ഫിറ്റിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് പോയി ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുന്ന കളക്ഷനാണ്. എല്ലാം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്ന് ക്വാളിറ്റി അറിഞ്ഞ് സ്റ്റൈലും അതിന്റെ ഡീറ്റെയിൽസും കണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സോ അതിൻ്റെതായ ഒരു യുണീക്നെസ് എല്ലാ ഔട്ട്ഫിറ്റിലും കാണാൻ പറ്റും. ഇതൊരു ക്രോപ്പ് ടോപ്പ് വിത്ത് പെലാസോ പാന്റ്, എന്നിട്ടൊരു ജാക്കറ്റ് ആയിട്ട് എംബ്രോയിഡറി ആയിട്ട് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ഇതിന്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്.
ആ സെക്ഷൻ ആണല്ലേ? അതെ, ഇതെല്ലാം ഈ സെക്ഷൻ ആ ടൈപ്പ് തന്നെ. ഇതെല്ലാം അങ്ങനെ സിമ്പിൾ എംബ്രോയിഡറി ആയിട്ട് വരുന്ന കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആണ്. ഇതൊക്കെ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ എലഗന്റ് ആയിരിക്കും. അതെ. പിന്നെ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ ആണ്. അതെ, ഇതും നമുക്ക് ഇങ്ങനെ കുറച്ച് സെമി ഫോമൽ തന്നെയാണ്. നല്ല പ്രിന്റ് ആണ് ഇതിന്റെയൊക്കെ. പിന്നെ നമുക്ക് സെമി പാർട്ടി വെയർ യൂസ് ചെയ്യാം. അതെ, ഇതെങ്ങനെ സംഭവം? ഇതൊരു ദുപ്പട്ട പോലെ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ദുപ്പട്ട, ആക്ച്വലി സ്റ്റോൾ പോലെ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു സ്റ്റൈൽ ഫാക്ടർ ആഡ് ആവും, അത്രേ ഉള്ളൂ. ഇത് കൊള്ളാലോ. അതെ, അല്ല അല്ലേ? അതെ. ഇതും ഒരു ആക്സസറി പോലെയും നമുക്ക് ഇതിന്റെയൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. സംതിങ് ഡിഫറെന്റ്. ഇപ്പോൾ പിള്ളേർക്ക് ഈ ദുപ്പട്ട ക്യാരി ചെയ്യാൻ അത്ര താല്പര്യമില്ല, പക്ഷെ എന്നാൽ ഒരു ദുപ്പട്ട പോലെ ഇടുകയും ചെയ്യാം. ഇത് ഞാൻ കണ്ടില്ല. നല്ലത്. ഇതെല്ലാം ഫുൾ ഇതും കോട്ടണിൽ തന്നെ നമുക്ക് ചെറിയ പാർട്ടി വെയർ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഹെവി പ്രിഫർ ചെയ്യണമെങ്കിൽ. അതെ, അതെ. എംബ്രോയിഡറി വർക്ക് ഉണ്ട്, ബട്ട് ദർ ആർ നോ സ്റ്റോൺസ് അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും അതെ, ഇട്ട് കഴിയുമ്പോൾ ഈ ലുക്ക് വെരി എലഗന്റ്. കുറച്ചുകൂടെ മെലിഞ്ഞവർക്കൊക്കെ നല്ലതായിരിക്കും അല്ലേ? കുറച്ചുകൂടെ നല്ല വണ്ണം തോന്നിക്കും. പിന്നെ എനിക്ക് ഈ രണ്ട് കളക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് പാറ്റേൺ നമ്മളുടെ നല്ലൊരു ഹിറ്റ് ഐറ്റം ആണ്. അതെ, സെയിം തന്നെയാണ്, രണ്ട് കളർ ചേഞ്ചസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇതും സെയിം തന്നെയാണ് വരുന്നത് അല്ലേ? അതെ, സെയിം അതുപോലത്തെ സ്റ്റോളാണ് വരുന്നത്. ഇതിന്റെയും സൈസസ് അവൈലബിൾ ആണ്. ആണല്ലേ? നന്നായി. ഇത് എന്തായാലും എനിക്ക് പറ്റത്തില്ല. എന്റെ സൈസിൽ എന്തായാലും ഒരെണ്ണം ചെയ്യേണ്ടി വരും. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് ഒരെണ്ണം ചെറുത് ചെയ്തു കേട്ടോ, കാരണം എനിക്ക് ഇത് ഈ ഒരു ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, കളേഴ്സ് വെരി ബ്രൈറ്റ്. പിക്ചേഴ്സിലാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇത് സൈസ് എങ്ങനെ വരുന്നത്? ഇതും മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ 3 സൈസസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. അതെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ എങ്ങനെ 3 പീസ് ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ നമുക്ക് സൽവാർ സെറ്റുകളാണ് സെറ്റാണല്ലേ വരുന്നത്. അതെ, നമുക്ക് ഇതൊക്കെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ വരുന്നത്. നമുക്ക് ചന്തേരിയിലുണ്ട് ചെറിയ എംബ്രോയിഡറി. ഇതിൻ്റെയും നമ്മൾ ഒരുപാട് എന്താ പറയുക റേഞ്ചിൽ നമ്മൾ വെക്കാതെ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് ഒരു ബൊട്ടീക്ക് സ്റ്റൈലിൽ തന്നെയുള്ള കളക്ഷനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഇക്കത്ത് മെറ്റീരിയൽ, ബട്ട് ദുപ്പട്ട എല്ലാത്തിൻ്റെയും ദുപ്പട്ട ചെറിയ വെറൈറ്റി ഉള്ള കൈൻഡാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോർമലി ഷോപ്പിലൊക്കെ പോകുമ്പോൾ യൂണിഫോം പോലെ കുറേ ഐറ്റം കാണും. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ പിക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഹക്കോബ ഇതിലാണെങ്കിലും ഇതിലൊക്കെ ഏതൊക്കെ ടൈപ്പ് കാണും? ഹക്കോബ, പിന്നെ ഹക്കോബ, ചന്തേരി ഉണ്ട്, പിന്നെ ടസർ സിൽക്ക് ഉണ്ട്, കോട്ടൺ ബേസ് ചെയ്തിട്ട്, ലിനൻ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കളക്ഷൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ എവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ, ഇതൊക്കെ അങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന. ഓക്കെ, ഇതൊക്കെ ദുപ്പട്ട എല്ലാത്തിന്റെയും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സ്റ്റിച്ചിങ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അത് മേളിലാണ് വരുന്നത് അല്ലേ? അതെ, മേളിലാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് വരുന്നത്. ഇതൊക്കെ കുറച്ചുകൂടെ ഈ ഒരു ടൈപ്പ് ത്രെഡ് എംബ്രോയിഡറി, ഖാദി കൈൻഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ദുപ്പട്ടാസ് ഒക്കെ ഖാദി സാരീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവര് ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതെ, അതെ. നല്ല ഒരുപാട് അങ്ങനെ രീതിയില്ല അല്ലേ? സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് അതിന്റെയൊക്കെ ശരിക്കും ഭംഗി പുറത്തേക്ക്. അതെ, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇതൊക്കെ ശരിക്കും നമ്മളൊരു റെഡിമെയ്ഡ് ഇട്ടതുപോലെ തന്നെ വരും. ഇത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അതെ, നെക്ക് ലൈൻ ഒക്കെ വന്ന് ദുപ്പട്ട ഇങ്ങനെ കുറച്ച് നല്ല കളർഫുൾ ആയിട്ട് അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. നല്ല ദുപ്പട്ട. അതെ, സിംഗിൾ സൈഡ് ഇട്ടാലും ഒക്കെ സാരി ഉടുക്കുന്ന ഒരു എലഗൻസിന്റെ ഏകദേശം അത്രയൊക്കെ തന്നെ വരും. പിന്നെ നമുക്ക് ഈ സെക്ഷൻ വരുന്നത് സാരീസ് ആണ്. ഓക്കെ, സാരീസിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻഡിഗോ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒത്തിരി മൂവിങ് ഉള്ള എപ്പോഴും ചോദിക്കുന്നതാണ്. അതെ, ഫോർ എവർ ഒരു ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ. ഈ ടൈപ്പ് എന്തൊക്കെയാണ്? കോട്ടൺ ആണോ? ഇതൊക്കെ കൂടുതലും കോട്ടൺ അല്ല, നമുക്ക് ലിൻ ബേസ് ചെയ്തിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതൊക്കെ. വിത്ത് ബ്ലൗസാ? വിത്ത് ബ്ലൗസ്, എല്ലാം വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസും നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട്, എല്ലാത്തിനും സ്റ്റിച്ചിങ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാക്കി എല്ലാം ഓർഗൻസയിലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി ആയിട്ടൊക്കെ വരുന്ന
പീസസ് ആണ്. ഇതൊക്കെ ഓർഗൻസയുടെ തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷനും ഉണ്ട്. നമുക്ക് ഇനി കസ്റ്റമൈസ് വേണം ചെയ്യാം, സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഇവിടെ ടൈമിംഗ് എങ്ങനെ പറയോ? നമ്മൾ 10 മുതൽ രാത്രി 9:30 വരെ ഉണ്ട്. അതാണ് നമ്മളുടെ ടൈമിംഗ്. മോർണിംഗ് 10 to 9:30 വരെ. സൺഡേ ഉണ്ടോ? സൺഡേയും നമ്മൾ വർക്കിംഗ് ആണ്. അതെ. അപ്പൊ പിന്നെ വന്ന് ഷോപ്പിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ, സൺഡേ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ട്. അതെ 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 അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ കളക്ഷൻ എല്ലാം കാണിച്ച് ഞങ്ങൾ ടയർഡായിട്ട് ഞാൻ തളർന്നു കേട്ടോ. അതെ, ദിസ് മൈ ഫസ്റ്റ് ടൈം ഓൾസോ. ഞാൻ ഇങ്ങനെ വീഡിയോയുടെ മുമ്പിലൊന്നും വരാറില്ല. ഞാനും സ്കെപ്റ്റിക്കലായിരുന്നു, ബട്ട് നിങ്ങളെ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ അതാ കേട്ടോ, ആ പാർട്ടി വെയർ ദുപ്പട്ട സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ അതെ. അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്താലോ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ ആലോചിക്കുവാണ്. ഹാപ്പി ടു ഡു ദാറ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നിട്ട് പറയോ? അതെ, ഇത് വന്നിട്ട് MG റോഡ്, എറണാകുളം MG റോഡിൻ്റെ അവിടെ വുഡ്ലാൻഡ്സ് ജംഗ്ഷൻ. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ SRV സ്കൂൾ റോഡ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കുറച്ചുകൂടെ ഇതായിട്ട് പറയുവാണെങ്കിൽ സിലോൺ ബേക്ക് ഹൗസ് ഉണ്ട്. കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് നമ്മൾ SRV സ്കൂൾ റോഡ് പറയുന്നത്. അതെ 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 അതെ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ വേറെ ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞാൽ തോപ്പുംപടിയിലാണ്. തോപ്പുംപടി ബ്യൂട്ടി പാലം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. സിൽക്ക് റൂട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. റോയൽ സ്വീറ്റ്സിന്റെ മേളിലാണ് വരുന്നത്. പള്ളുരുത്തിലേക്ക് ടേൺ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡ്. തോപ്പുംപടി ഏരിയ എനിക്കൊന്നും പറഞ്ഞു മനസ്സിലായില്ല. ഓക്കെ. അപ്പോൾ കൊച്ചിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ, നമ്മുടെ കൊച്ചിയിലെ MG റോഡിൽ. സെയിം തന്നെ കളക്ഷൻ ആയിരിക്കും അവിടെ, പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ജെന്യുവൻ ആയിട്ട് പറയാം. അപ്പോൾ കസ്റ്റമൈസ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ. പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ എല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ കളക്ഷൻ എല്ലാം ഇൻസ്റ്റ ത്രൂ ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഇൻസ്റ്റ വിസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു. ബൈ.